ഹായ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു പുതിയൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് ഞാൻ എത്തിക്കുന്നത്. അൺബോക്സിങ് ആൻഡ് റിവ്യൂ. എനിക്ക് ആദ്യമായിട്ട് റിവ്യൂ ചെയ്യാൻ കിട്ടിയ ഒരു യൂണിറ്റാണ്. റിവ്യൂ യൂണിറ്റിലേക്ക് ആദ്യമായിട്ട് കിട്ടിയ ഒരു സെറ്റ് ആണ് മറ്റേ ബോട്ടിൻ്റെ ഒരു ബ്ലൂടൂത്ത് എയർപോഡാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് ഇവിടെ അൺബോക്സിങ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഇതിൻ്റെ പ്രത്യേകതകൾ നോക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് തരുന്നു. നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിൻ്റെ ഒപ്പം കെട്ടിയിരിക്കുന്നത് ഒരു ബോക്സാണ്. ഈ ബോക്സിലാണ് മറ്റേ നമ്മുടെ എയർപോഡ് ഉണ്ടാവുക. ഇതിൽ തന്നെയാണ് ഇവിടെ ചാർജ് ചെയ്യാനുള്ളത്. ചാർജ് ചെയ്യാനുള്ള ഒരു കേബിള് നമുക്കൊപ്പം കിട്ടിയിട്ടുണ്ട്. സി ടൈപ്പാണ് കേട്ടോ, സി ടൈപ്പ് ചാർജിങ് കേബിളാണ്. അപ്പോൾ അഡാപ്റ്റർ കിട്ടിയിട്ടില്ല, നമുക്ക് USB കേബിളാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഉപയോഗം എങ്ങനെയൊക്കെയാണെന്ന് കാണിക്കുന്നതുകൊണ്ടുള്ള ഒരു ബ്രോഷർ ഇതിൻ്റെ ഒപ്പം ഉണ്ട് ബോട്ടിൻ്റെ. പിന്നെ ചെന്നൈ സൂപ്പർ കിങ്സ് ആണ് ഇതിനെ സ്പോൺസർ ചെയ്യുന്നത് തോന്നുന്നു. ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഒരു എംബ്ലമായിട്ടുള്ളൊരു ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. എന്താ സംഭവം എന്ന് നമുക്ക് വായിച്ചു നോക്കിയാൽ കൃത്യമായിട്ട് അറിയുള്ളൂ. ചെന്നൈ സൂപ്പർ കിങ്സ് മാത്രമല്ല കേട്ടോ, ചെന്നൈ സൂപ്പർ കിങ്സ് ഉണ്ട്, അതുപോലെ ഡൽഹി ക്യാപിറ്റൽസ് ഉണ്ട്, കൊൽക്കത്ത ഉണ്ട്, മുംബൈ ഉണ്ട്, എല്ലാം കാണിക്കുന്നുണ്ട്. പക്ഷേ അതിൽ മെയിൻ എംബ്ലം കാണിക്കുന്നത് ചെന്നൈയുടെയാണ് കാണിച്ചിരിക്കുന്നത് മാത്രം. അതെന്താണെന്ന് നമുക്ക് പിന്നെ നോക്കാം. അതുപോലെ ഒരു 1 ഇയർ വാറൻറ്റി കാർഡ് ഇതിൻ്റെ ഒപ്പം ഉണ്ട്. 1 ഇയറിൻ്റെ വാറൻറ്റി കാർഡ്, ഒരു വിസിറ്റിംഗ് കാർഡ് ഇതുപോലെ തന്നെയാണ് 1 ഇയറിൻ്റെ വാറൻറ്റി കാർഡ് വന്നിരിക്കുന്നത്. പിന്നെ പെട്ടി നമ്മൾ നേരത്തെ കാണിച്ചു. ഇനി നമ്മളതൊന്ന് ഓപ്പൺ ചെയ്യണം. ഇതിലൊരു ലൈറ്റ് കത്തുന്നുണ്ട്. അതായത് ഞാൻ നേരത്തെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിരുന്നു. ഓപ്പൺ ചെയ്തപ്പോഴാണ് ലൈറ്റ് കത്തിയത്. ഞാൻ എപ്പോഴാണ് ലൈറ്റ് കിടുകയെന്ന് ചോദിച്ചാൽ നമുക്ക് അറിയില്ല. അത് നമുക്ക് ഉപയോഗിച്ച് നോക്കിയാലേ അറിയുള്ളൂ. എനിക്ക് തോന്നുന്നു കുറച്ച് നേരം ഉപയോഗിക്കാണ്ടിരിക്കുമ്പോഴാവും ഇത് ആവുന്നത് എന്ന് തോന്നുന്നു. നമുക്ക്
ഇതിങ്ങനെ മിന്നുന്നുണ്ട്, അതായത് ഇതിൽ നമ്മൾ എടുക്കാൻ പോവുകയാണത്. എടുത്തു കഴിഞ്ഞപ്പോൾ ലൈറ്റ് കെട്ട് കഴിഞ്ഞു. അപ്പോൾ ലൈറ്റ് ഇതിൻ്റെ ലൈറ്റാണ് നമുക്ക് വന്നിരുന്നത് എന്ന് തോന്നുന്നു. ഇനി ഇത് നമുക്കൊന്ന് ചെയിൽ വെച്ച് നോക്കാം, ഇരിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. കുഴപ്പമൊന്നുമില്ല, തല കുലുക്കുമ്പോഴൊന്നും അതൊന്നും വീണ് പോകണമെന്നില്ല. ഇത് കോള് വരുമ്പോൾ ഇതിൽ ഡബിൾ ടച്ച് ചെയ്താൽ മതി എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ വേറെ മൊബൈലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് ചെയ്ത് കാണിക്കാൻ ഉള്ള ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് അത് പറ്റാത്തത്. അതുപോലെ നമുക്ക് പാട്ട് കേട്ടിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ പാട്ട് കേട്ടിട്ട് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ മറ്റു കാര്യങ്ങൾ, അതായത് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എങ്ങനെയുണ്ടെന്നും അതുപോലെ ഇതിൽ എത്രത്തോളം ബാസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് കാണിച്ചുകൊണ്ടുള്ള മറ്റൊരു വീഡിയോ ഞാൻ വീണ്ടും വേറെ ഒന്ന് പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്നിൻ്റെ അൺബോക്സിങ്ങും അതിൽ എന്തൊക്കെ പ്രൊഡക്റ്റ് ഉണ്ട് എന്നുള്ളത് കാര്യങ്ങളുമാണ്. പിന്നെ വളരെ ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടത്, ഒട്ടും വെയിറ്റ് തോന്നുന്നില്ല. ഈ ലൈറ്റ് ഇങ്ങനെ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കുമോ എന്നറിയില്ല. ഒരെണ്ണത്തിൽ മാത്രമേ കത്തുള്ളൂ, മറ്റേങ്ങനെ ഇടയ്ക്കൊന്നും മിന്നുന്നേ ഉള്ളൂ. ഇനി അത് രണ്ടും ഓണായിട്ട് അങ്ങനെ ആവാൻ സാധ്യതയുണ്ട്. എന്തായാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, നല്ലൊരു പോർട്ട് തന്നെയാണ്. അപ്പോൾ ഇത് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഇതിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടില്ല എങ്കിൽ, ചിലപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ വീഡിയോ ലിങ്ക് കൊടുത്തിട്ടില്ല എങ്കിൽ കമൻറ്റ് ബോക്സിൽ നോക്കിയാൽ അത് ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് അവിടെ നിന്നും അത് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയ്ക്ക് താഴെ കൊടുക്കാം, നിങ്ങൾക്ക് അവിടെ നിന്ന് ആവശ്യമുണ്ടെങ്കിൽ മേടിക്കാവുന്നതാണ്. ഓക്കെ, മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ താങ്ക്സ്.